നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെ എണ്ണ വിപണിയെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗത വിലക്ക് പിൻവലിച്ചു. ഇറാനിലെ ആണവായുധം തുടച്ചു നീക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു യുദ്ധവിരാമം. ഇസ്രയേലിന്റെയും ട്രംപിന്റെയും ഇറാൻ നേതൃത്വത്തിന്റെയും പ്രവചനാതീതമായ സ്വഭാവം ശുഭപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ? അന്തിമ സമാധാന കരാർ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. എന്തും സംഭവിക്കുമെന്ന് കാത്തിരിക്കാം. സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പകർച്ചപ്പനി പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും സ്ഥിരം സംവിധാനം ഒരുക്കാൻ സംസ്ഥാന സർക്കാർ. SSLR ചെയർമാനായി ഹൈപവർ കമ്മിറ്റി. ഓരോ സീസണിലും പകർച്ചപ്പനികൾ നിയന്ത്രിക്കാൻ കലണ്ടർ തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജില്ലാതലത്തിൽ പ്രവർത്തിക്കാൻ മോണിറ്ററിംഗ് യൂണിറ്റും ആക്ഷൻ കമ്മിറ്റിയും. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. വടകര കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിരോധത്തിലായി CPM. DYFI നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം ജിതിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിന് ശേഷം. ജിതിൻ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം. സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ജിതിൻ അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിവാദ നിയമന ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ അടിയന്തര ബോർഡ് യോഗത്തിൽ തീരുമാനം. 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്തും. സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ ആരെയും മാറ്റി നിർത്താനാകില്ലെന്ന് ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. കളങ്കിതരെ മാറ്റി നിർത്തണമെന്നും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ടെന്ന് കരുതേണ്ടി വരുമെന്ന് ദേവസ്വം മന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടിയെടുക്കണമായിരുന്നുവെന്ന് P. രാജീവ്. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് കർശന സുരക്ഷാ നടപടികളുമായി കേന്ദ്രം. ജൂൺ 22 വരെ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം. അതീവ ജാഗ്രതയോടെ പരീക്ഷ നടത്താൻ നിർദ്ദേശം. പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. പുനഃപരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്ന് NITക്ക് വിദ്യാർത്ഥികളുടെ നിവേദനം. സമാധാന പാതയിൽ പശ്ചിമേഷ്യ. ധാരണാപത്രം ഒപ്പിട്ടതോടെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച അമേരിക്കയും ഇറാനും. ഹോർമൂസിലെ ഉപരോധം പിൻവലിച്ചു. ഇറാനിലെ ആണവായുധം തുടച്ചു നീക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ലബനനിലെ ആക്രമണങ്ങളിൽ ഇസ്രയേലിനും വിമർശനം. G7 ഉച്ചകോടിക്കിടെ മോദി ട്രംപ് കൂടിക്കാഴ്ച നാളെ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിമാനത്തിൽ വെച്ച് മർദ്ദിച്ചെന്ന പരാതിയിൽ EP ജയരാജനെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവ്. ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് റിപ്പോർട്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. നടപടി ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് പിണറായിയെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചെന്ന പരാതിയിൽ. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യയെയും മകനെയും ED ചോദ്യം ചെയ്തു. നടപടി CMRLും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വ്യക്തത വരുത്താൻ. പിണറായിയുടെ മകൾ വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് നാളെ. ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെനഗൽ മത്സരം രാത്രി 12:30 മുതൽ. അർജന്റീന അൾജീരിയ മത്സരം നാളെ രാവിലെ 6:30. സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കുറിപ്പടിയില്ലാതെ ഇനി ഫാർമസികളിൽ നിന്ന് കപ്പ് സിറപ്പ് ഉൾപ്പെടെ ലഭിക്കില്ല. നടപടി മധ്യപ്രദേശിൽ വ്യാജ കപ്പ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. ചരിത്രം എഴുതുന്ന ആവേശം. ആരോഗ്യ കേരളം വിറയ്ക്കുകയാണ്. ജാഗ്രതയും കരുതലും വേണ്ട സമയമാണ്. പകർച്ചവ്യാധികൾ വ്യാപകമായതോടെ കൂടുതൽ പ്രതിരോധ നടപടികളിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. പകർച്ചപ്പനി പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ സീസണിലും പകർച്ചപ്പനികളെ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കാൻ കലണ്ടർ തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടു എന്നും മന്ത്രി വ്യക്തമാക്കി.
സംസ്ഥാനത്ത് ഇതുവരെ ഷിഗല്ല രോഗം ബാധിച്ച് മരിച്ചത് 5 പേരാണ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തത്. രോഗം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ മാസം റിപ്പോർട്ട് ചെയ്ത 22 കേസുകൾ ഉൾപ്പെടെ 74 കേസുകളാണുള്ളതെന്ന് മന്ത്രി കണക്കുകൾ വ്യക്തമാക്കി. പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ ആരോഗ്യവകുപ്പിൽ ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചതായും മന്ത്രി അറിയിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണം, മരുന്നുകളുടെ ലഭ്യതയും സംഭരണവും എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് റിപ്പോർട്ട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള ഒരു കലണ്ടർ തയ്യാറാക്കുക. അപ്പോൾ അതിന് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള നടപടികൾ. പകർച്ചവ്യാധികളുടെയും അത് ബാധിച്ചവരുടെയും സംഖ്യ ഇത്തവണ കൂടുതലാണ്. വയനാട്ടിൽ ഒരു വിദ്യാർത്ഥി കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലേറിയ കണ്ടെത്തിയ കോഴിക്കോട് ജാഗ്രത ശക്തമാക്കി. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ മലമ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ഇതാണ് പകർച്ചവ്യാധി പടരാൻ കാരണമെന്ന് മന്ത്രി. ജില്ലാതലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പ്രത്യേക പ്രദേശങ്ങളിൽ നിപ്പ വരുന്നതിനെക്കുറിച്ച് പരിശോധന നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബൈറ്റ്. ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. അതാദ്യം കുറ്റമല്ല, ഭരണസമിതികൾ പുതിയ ആൾക്കാർ വന്നു. പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു അസംബ്ലി മോഡായി. അതുകൊണ്ട് പകർച്ചവ്യാധികളുടെ എണ്ണം കൂടി. കാരണം ലോക്കൽ ബോഡിയാണ് ഇതിൻ്റെ അന്തരീക്ഷം ശുചീകരണത്തിൽ അവർക്കും പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരും കൂടെ വിചാരിച്ചാലേ നടക്കും. സംസ്ഥാനത്ത് എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രി വൃത്തിഹീനമായ തട്ടുകൾ പൂട്ടുമെന്നും മിനറൽ വാട്ടർ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഷിഗല്ല ആശങ്കയിലാണ് സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തു. കഞ്ഞിക്കുഴി സ്വദേശികളായ 2 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ഇതുകൂടാതെ കൊല്ലത്തും വയനാട്ടിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് പോരുവഴി സ്വദേശിയായ 7 വയസ്സുകാരനാണ് രോഗം ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചത്. സ്കൂളിൽ വിതരണം ചെയ്ത മലിനജലത്തിൽ നിന്നാകാം രോഗം പടർന്നത് എന്ന സൂചനകൾക്കിടെ ആരോഗ്യവകുപ്പ് അവിടെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വിദ്യാർത്ഥികളിൽ ഷിഗല്ല സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ കേസും കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തത്. 1.5 ആഴ്ച മുൻപ് 100-ലധികം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധയേറ്റ കൊല്ലം 7 മൈൽ സെന്റ് തോമസ് റെസിഡൻസ് സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്കൂളിൽ വിതരണം ചെയ്ത പുറത്തുനിന്ന് എത്തിച്ച കുടിവെള്ളമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് കണ്ടെത്തൽ. സംഭവത്തെ തുടർന്ന് സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം സ്കൂളിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. രോഗബാധിതനായ കുട്ടി ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിവരുന്നു. കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നും നിരീക്ഷണം തുടരുന്നു. മലിനജലത്തിലൂടെയാണ് ഷിഗല്ല ബാക്ടീരിയ പകരുന്നു എന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കൊല്ലം. കോഴിക്കോട് വീണ്ടും മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ പഞ്ചായത്തിലെ ഇരിങ്ങല്ലൂർ സ്വദേശിയായ 62-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദേശത്ത് പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണമുള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ജില്ലയിൽ 2ാമത്തെ മലേറിയ കേസാണിത്. ഇന്നലെ തിക്കോടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഇയാൾ മധ്യപ്രദേശുകാരനാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ രോഗലക്ഷണം ഉണ്ടായിരുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. അതേസമയം നിപ്പയുടെ ഉറവിടം വ്യക്തമായിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. 3 സംശയങ്ങളാണ് നിലവിലുള്ളത്. 1 രോഗി ശുചീകരണ പ്രവർത്തനം നടത്തിയ ഗോഡൌൺ, 2 സപ്പോട്ട മരം, 3 ചത്ത മരപ്പെട്ടി. ഈ 3 ഉറവിടങ്ങളിൽ എവിടെ നിന്നാണ് രോഗം വന്നത് എന്ന് പരിശോധിച്ചു വരികയാണെന്നും കോഴിക്കോട് നിപ കേസുകൾ ആവർത്തിച്ചു വരാനുള്ള കാരണം കാടുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത് കൊണ്ടാവാമെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ പറഞ്ഞു. കൃത്യമായിട്ട് ഹോസ്റ്റ് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഗോഡൗണിൽ ആവാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഗോഡൗണിൽ പരിശോധിച്ചിരുന്നു. ഗോഡൗണിൽ പക്ഷേ ബാഡ് ഡ്രോപ്പിംഗ്സ് ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ 2ാമത്തൊരു ചാൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഈ സപ്പോട്ട മരത്തിൽ നിന്ന്, അവരുടെ വീട്ടിലുള്ള സപ്പോട്ട മരത്തിലെ ആയിരിക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതും നമുക്കറിയില്ല. 3ാമത് നമ്മൾ മറ്റൊരു തിയറി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മരപ്പട്ടീൻ്റെ ഒരു ചത്ത മരപ്പട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണോ എന്നുള്ളതും അറിയില്ല. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഹോസ്റ്റുകളാവാൻ സാധ്യതയുള്ള മൃഗങ്ങളാണ്.
അപ്പം കൃത്യമായിട്ട് ഇതിൽ ഏതിൽ നിന്നാണെന്ന് നമുക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടി പറയാനില്ല എന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം. ഈ വർഷം കോഴിക്കോട് ജില്ലയിൽ 120-ലധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ ഷിഗല്ല നിയന്ത്രണ വിധേയമാണെന്നും കളക്ടർ വ്യക്തമാക്കി. സ്കൂളുകളിലെ ജലസംഭരണികൾ വൃത്തിയാക്കാൻ ഉടൻ നടപടി സ്വീകരിക്കും. മലേറിയ കേസുകൾ ജില്ലയിൽ മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കൃത്യമായ പരിശോധനകൾ നടക്കുന്നതിലാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം കണ്ടെത്താൻ കഴിയുന്നത് എന്നും കളക്ടർ വ്യക്തമാക്കി. ഇല്ല, അതിനെനിക്ക് കമൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ ജില്ലയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമയും. അത് മര്യാദയ്ക്ക് നിർവഹിക്കാൻ ഞാൻ നോക്കുന്നു, അത്രയേ ഉള്ളൂ. ഷിഗല്ല നമുക്ക് ജില്ലയിൽ നിലവിൽ 120-ലധികം കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വർഷം. പക്ഷേ സിറ്റുവേഷൻ അണ്ടർ കൺട്രോളാണ്. നമ്മൾ പരമാവധി ചെയ്യാൻ കഴിയുന്നതിൻ്റെ അത്രയും ആരോഗ്യ പ്രവർത്തകർ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പകർച്ചവ്യാധി തുടരുന്ന പശ്ചാത്തലത്തിൽ എറണാകുളം നഗരത്തിലെ തട്ടുകടകളിലും ഹോട്ടലുകളിലും ആരോഗ്യ വിഭാഗം സംയുക്ത പരിശോധന നടത്തി. പല ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചു. മോശമായ രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്തതിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ്, കൊച്ചി നഗരസഭ, പോലീസ് എന്നിവർ സംയുക്തമായാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കടകളിൽ പരിശോധന നടത്തിയത്. കടകളിൽ നിന്ന് പരിശോധനയ്ക്കായി വെള്ളം ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിട്ടുണ്ട്. തുടർ ദിവസങ്ങളിലും പരിശോധനയുണ്ടാകുമെന്നും ജില്ലയിൽ നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യങ്ങളില്ല എന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ ഷാ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒന്നായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിലെ കാഫീർ സ്ക്രീൻഷോട്ട് വിവാദം. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങളിലേക്കുമൊക്കെയാണ് പിന്നീട് പോയത്. ഈ കാഫീർ സ്ക്രീൻഷോട്ടിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. DYFI നേതാവ് ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിച്ചു വരുത്തിയാണ് ജിതിൻ ഭാസ്കറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യമായി കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ജിതിൻ ഭാസ്കർ. നേരത്തെയും SIT ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്തിരുന്നു. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചതും വടകര സ്ക്വാഡ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു. ഈ ഗ്രൂപ്പ് തന്നെയാണ് സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവ കേന്ദ്രം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പങ്കുവഹിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് നമ്മളിപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉറവിടത്തിലേക്കുള്ള അന്വേഷണത്തിൽ നമുക്ക് ഈ അറസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് കിട്ടിയ ശാസ്ത്രീയ ഫലങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആര് നിർമ്മിച്ചു എന്നതിലേക്കല്ല നിലവിലെത്തിയിട്ടുള്ളത്. നമ്മൾ പ്രചരണത്തിലാണ്. ഇതിൽ പ്രചരണത്തിലും അതുപോലെ അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കുവഹിച്ച ആളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മിച്ച ആളിലേക്ക് എത്താനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. ജിതിൻ ഭാസ്കറിന് ചോദ്യം ചെയ്യലിൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം വ്യക്തമാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 153A, 201, 109 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. അന്വേഷണത്തിൽ കരുതലോടെ നീങ്ങാനാണ് CPIM നേതൃത്വത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ ഇപ്പോൾ പിടിയിലായത് ചെറിയ പരൽമീൻ എന്ന് കെ പ്രവീൺകുമാർ MLA. അന്വേഷണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നും കേവലം ഒരു DYFI നേതാവ് വിചാരിച്ചാൽ ഇത്തരം സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാകില്ലെന്നും പ്രവീൺകുമാർ പറഞ്ഞു. CPM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് വർഗീയ പ്രചരണം നടത്തിയത്. ഉറപ്പായും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും കെ പ്രവീൺകുമാർ ഗുരുവായൂരിൽ പറഞ്ഞു. നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഇന്ന് SIT ടീം ഒരു DYFI നേതാവിനെ അറസ്റ്റ് ചെയ്ത നടപടി സ്വാഗതാർഹമാണ്. അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മാത്രമല്ല പങ്ക്. ഇത് നടന്നതൊരു വലിയ കോൺസ്പിറൻസിയുടെ ഭാഗമായിട്ടാണ്. ആ കോൺസ്പിറൻസിയിൽ CPMൻ്റെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട്. അപ്പോൾ ഇതിൽ ആ ഗൂഢാലോചനയിൽ പങ്കാളികളിലേക്ക് കൂടി അന്വേഷണം എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പുതിയ സർക്കാർ വന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് രണ്ടാമത്തെ ആഴ്ചയാണ് കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലേക്ക് കടക്കുന്നത്. ആരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത്? ഇത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ? ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആരുടെയെങ്കിലും ഇടപെടലുകൾ ഉണ്ടോ എന്നിവയൊക്കെ ഇനി അങ്ങോട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൂടുതൽ വിശദാംശങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ആദ്യ അറസ്റ്റ്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട്
പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ യുവജന സംഘടനയുടെ ഭാരവാഹി തന്നെ പിടിയിലായത്. ഇത് CPM-ന് എത്രത്തോളം തിരിച്ചടിയാണ്? വടകരയിൽ അന്വേഷണ സംഘം ഇന്ന് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടുള്ള ജിതിൻ ഭാസ്കറിനെയാണ് അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജിതിൻ ഭാസ്കറിനെ നേരത്തെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. പിന്നീട് ഇന്ന് വീണ്ടും അന്വേഷണ സംഘം ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ഇന്ന് വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്ക്രീൻഷോട്ട് ആരാണ് നിർമ്മിച്ചതെന്ന കാര്യത്തിലടക്കം വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവ കേന്ദ്രമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിശദീകരണം. അതേസമയം ഈ സ്ക്രീൻഷോട്ട് ആരാണ് നിർമ്മിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ജിതിൻ ഭാസ്കറിനെ കൂടുതലായി ചോദ്യം ചെയ്യുന്നതിലൂടെ ആരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന കാര്യത്തിലടക്കം വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷയും. ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കരുതലോടെ പ്രതികരിക്കാനാണ് CPM-ന്റെ തീരുമാനം. TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം വടകരയിൽ കാലുറപ്പിച്ചു നിൽക്കാൻ CPM-ന് നാളിതുവരെയായി സാധിച്ചിട്ടില്ല. അതിനുശേഷം വന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവും CPM-നെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കരുതലോടെ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള മാസപ്പടി വിവാദം, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം, ഒടുവിലിത വടകരയിലെ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദവും. CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം BJP-യും കോൺഗ്രസും അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുവാനാണ് ശ്രമിക്കുന്നതും. സൂചിപ്പിച്ച പോലെ CPM ഏത് രീതിയിൽ ഇതിൽ പ്രതികരിക്കും? കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ജില്ലയിലെ മുതിർന്ന നേതാക്കളടക്കം ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPM-ന് ഇത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. ഇത് ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനഘ. ദേവസ്വം ബോർഡിലെ വിവാദ നിയമന ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ അടിയന്തര ബോർഡ് യോഗത്തിൽ തീരുമാനം. 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്തും. സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ ആരെയും മാറ്റി നിർത്താനാകില്ലെന്ന് ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. അതേസമയം കളങ്കിതരെ മാറ്റി നിർത്തണമെന്നും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ടെന്ന് കരുതേണ്ടി വരുമെന്ന് ദേവസ്വം മന്ത്രി മുന്നറിയിപ്പ് നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് വിവാദമായതോടെയാണ് മന്ത്രിയുടെ ഇടപെടലുണ്ടായത്. വിജിലൻസ് അന്വേഷണം നേരിടുന്നവരെയും ആരോപണ വിധേയരെയും പ്രധാന തസ്തികകൾ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാൻ മന്ത്രി K. മുരളീധരൻ നിർദ്ദേശിക്കുകയായിരുന്നു. പരാതിയും ആക്ഷേപവും വ്യാപകമായതോടെ അടിയന്തര ബോർഡ് യോഗം ചേർന്ന് സ്ഥലമാറ്റ ഉത്തരവ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. 20 നിയമനങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. സ്വർണ്ണക്കൊള്ള സമയത്ത് ശബരിമല സെക്ഷൻ ക്ലർക്കായിരുന്ന ശ്യാമിനെ വള്ളിയങ്കാവ് ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതടക്കം ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ആരെയും മാറ്റി നിർത്താനാകില്ല എന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. നേരത്തെയുള്ള ഉത്തരവ് പുനഃപരിശോധിച്ച് അല്ലെങ്കിൽ അതിന് ചില ഭേദഗതികളോടുകൂടി അത് ചില ഭേദഗതികളാണ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻ പാർഷ്യൽ മോഡിഫിക്കേഷൻ ഓഫ് ദ ഏർലിയർ ഓർഡർ ന്യൂ ഓർഡേഴ്സ് ആർ ഇഷ്യൂ. അതാണ്. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റുക. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളത് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം കളങ്കിതരെ മാറ്റി നിർത്തണമെന്നും അല്ലാത്ത പക്ഷം സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ടെന്ന് കരുതേണ്ടി വരുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ, കേസുകളിൽ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നവരെ ഒരൗദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കരുത്. പക്ഷേ ദേവസ്വം ബോർഡിന് സ്വയംഭരണാധികാരമുണ്ട്. ഞാൻ പറഞ്ഞ് കേൾക്കണമെന്നില്ല. അങ്ങനെ കേട്ടില്ലെങ്കിൽ ഈ കൊള്ളയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഗവൺമെൻറ്റിന് കണക്കാക്കേണ്ടി വരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥലം മാറ്റ വിവാദത്തിൽ ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ പ്രസിഡന്റും 2 തട്ടിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദേവസ്വം മന്ത്രി K. മുരളീധരനെ തള്ളുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. സർക്കാരിന്റെയും CPM-ന്റെയും വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് P. രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ P. രാജീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും വെള്ളാപ്പള്ളി വിഷയത്തിലും വീഴ്ച പറ്റിയതായും രാജീവ് തുറന്നു പറഞ്ഞു. മലപ്പുറത്ത് EMS-ന്റെ ലോകം സെമിനാറിൽ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം.
മലപ്പുറം അരീക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന EMSന്റെ ലോകം സെമിനാറിലാണ് പി രാജീവിന്റെ തുറന്നു പറച്ചിൽ. പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് പി രാജീവ് തുറന്നു പറഞ്ഞത്. ഇക്കാര്യം പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നും രാജീവ് പറഞ്ഞു. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ നടപടി ആവശ്യമായിരുന്നുവെന്ന് രാജീവ് വ്യക്തമാക്കി. ശബരിമലയുടെ പ്രശ്നം അതിൽ നമ്മൾ നടപടിയെടുക്കും, അതിൽ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഭാവിയിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലായതായും തിരുത്തലുകളുമായി മുന്നോട്ടു പോകുമെന്നും രാജീവ് പറഞ്ഞു. പുതിയ സാങ്കേതിക വിദ്യയുടെ കാലത്ത് പുതുതലമുറയുമായി പാർട്ടിക്ക് വേണ്ട രീതിയിൽ സംവദിക്കാൻ സാധിച്ചില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ സംഘടന പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മളെക്കാൾ എത്രയോ മുൻപ് മറ്റ് ശക്തികൾ പോകുന്നു. ഇതെല്ലാം ജനാധിപത്യത്തെ എങ്ങനെ പുതിയ രൂപത്തിലേക്ക് മാറ്റുന്നു? ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു തുടർച്ചയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടി ആഴത്തിൽ പരിശോധിക്കുന്നു എന്നതിന്റെ തെളിവാണ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ തുറന്നു പറച്ചിൽ. അമൃത ന്യൂസ്, മലപ്പുറം. LDFന്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPI. ഇതാണ് UDFന് അനുകൂലമായി രാഷ്ട്രീയം മാറ്റിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. CPIയുടെ തോൽവിക്ക് സ്ഥാനാർത്ഥി നിർണയം കാരണമായെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, വീഴ്ചകൾ തുറന്ന് സമ്മതിക്കുകയും കുറ്റം ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഒപ്പം തന്നെ ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ കനത്ത പരാജയം സംബന്ധിച്ച തോൽവി സംബന്ധിച്ച അവലോകന റിപ്പോർട്ടിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സമയമാണ്. പക്ഷേ CPI ഒരിടത്തും പറയാത്ത ഭരണവിരുദ്ധ വികാരമാണ് CPI ചൂണ്ടിക്കാട്ടുന്നത് ഈ തോൽവി സംബന്ധിച്ച അവലോകന റിപ്പോർട്ടിൽ. തീർച്ചയായും അമ്പിളി, ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിലുള്ള വലിയ പരാജയമാണ് ഇത്തവണ LDFന് നേരിടേണ്ടി വന്നത്. അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവർ ഈ തോൽവിയുടെ കാരണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ CPMന് ഇതുവരെയും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ CPI ആ ഒരു കുറ്റസംഭവം നടത്തുകയാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ വലിയ പരാജയത്തിന് കാരണം എന്നുള്ളതാണ്. UDFന് അനുകൂലമായി തന്നെ രാഷ്ട്രീയം മാറാനുണ്ടായിട്ടുള്ള സാഹചര്യവും ഈ ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് 11ഓളം കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് CPI കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്, മറിച്ച് മറ്റു കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ പരാജയത്തിന്റെ പിന്നിൽ എന്നുള്ളതും എടുത്തു പറയുന്നു. ഈ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടാണ്. അത് സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ഇന്ന് അവതരിപ്പിച്ചത്. ന്യൂനപക്ഷങ്ങൾ പാർട്ടിയോടും മുന്നണിയോടുമൊക്കെ തന്നെ അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. UDF ആണ് കുറച്ചുകൂടി മെച്ചമെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഈ ഭരണവിരുദ്ധ വികാരം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ CPI സ്വയം വിമർശനമായിട്ടും ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ CPIക്കും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്ന് CPI ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നേതൃത്വം അതിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ചർച്ചയിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ചടയമംഗലത്ത്, ചാത്തന്നൂര്, വൈക്കത്ത്, നാദാപുരത്ത് ഇവിടങ്ങളിലൊക്കെ ഈ ഒരു വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ ഈ പാളുന്ന അവസ്ഥയിലേക്ക്, സ്ഥാനാർത്ഥി നിർണയം പാളുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. വൈക്കത്ത് ഒരു പക്ഷേ ആശ മത്സരിച്ചുകളിൽ ജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചിഞ്ചുറാണി അവിടെ പാർട്ടി സഖാക്കൾക്ക് പോലും അഭിമതയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്ന തരത്തിൽ പോലുമുള്ള വിശദീകരണങ്ങളൊക്കെ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ തന്നെയും ഈ യോഗത്തിൽ ചർച്ചയിൽ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ ഒരു ആരോപണത്തെ ചിഞ്ചുറാണി ചെറുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ആ നിലയ്ക്കല്ല, അവിടെ സഖാക്കൾക്കും ആളുകൾക്കൊക്കെ തന്നെ താല്പര്യമുള്ള ആളുകൾ തന്നെയായിരുന്നു എന്നുള്ള തരത്തിലേക്കുള്ള വിശദീകരണം അവരുടെ ഭാഗത്തുനിന്നും എന്തായാലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് മുന്നണി യോഗത്തിലും ഈ ഒരു വിഷയം വരും ദിവസങ്ങളിലും ചർച്ചയാകുന്ന കാര്യത്തിൽ തർക്കമില്ല. അമ്പിളി, നീറ്റ് UG പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം പുനഃപരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ NTA നിവേദനം നൽകി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ടെലഗ്രാമിന് ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി.
ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ ഈ മാസം 21-ന് നടത്താനുള്ള ക്രമീകരണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വിദ്യാഭ്യാസ മന്ത്രാലയവും നടത്തിവരികയാണ്. ഇതിനിടയിലാണ് നീറ്റ് പുനഃപരീക്ഷയ്ക്കെതിരെ ഡോക്ടർ മംഗള കൊഹ്ലി എന്ന വ്യക്തി സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയതും 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനവും ഏകപക്ഷീയമാണെന്ന് ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസ് നാളെ പരിഗണിക്കും. അതേസമയം പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. പഠിക്കാൻ ആവശ്യമായ സമയം ലഭിക്കാത്തതിനാൽ 1 മാസത്തേക്ക് പരീക്ഷ നീട്ടിവെക്കണമെന്നാണ് ആവശ്യം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതായും 1500ഓളം വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനത്തിൽ പറയുന്നുണ്ട്. പുനഃപരീക്ഷയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പരീക്ഷാ നടത്തിപ്പിലും ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിലും NTA മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യ സമാധാന പാതയിൽ കരട് കരാറിൽ അമേരിക്കയും ഇറാനും ധാരണാപത്രം ഒപ്പിട്ടു. ഇതോടെ അമേരിക്ക സൈനിക നടപടികൾ അവസാനിപ്പിച്ച് ഹോർമൂസിലെ ഉപരോധവും പിൻവലിച്ചു. അതേസമയം ഇറാനിലെ ആണവായുധം തുടച്ചു നീക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 107 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനാണ് ഇതോടെ അവസാനമാകുന്നത്. 4 മാസക്കാലം നീണ്ട യുദ്ധത്തിന് വിരാമമിട്ടാണ് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് എത്തുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ ഉന്നമിടുന്ന സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഇറാനും US-ഉം തീരുമാനിച്ചു. ഇതുപ്രകാരം ഇരു കൂട്ടരും പരസ്പരമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വൈസ് പ്രസിഡന്റ് JD വാൻസും കരട് കരാറിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച ജനീവയിൽ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്നാണ് വിവരം. എല്ലാ കരാറുകളും ഒപ്പുവെച്ച് 4 മാസമായി അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് കപ്പലുകളുടെ സ്വതന്ത്ര യാത്രയ്ക്കായി വെള്ളിയാഴ്ചയോടെ തുറക്കും. ഹോർമൂസ് വഴി ഇറാനിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന കപ്പലുകളെ തടയുന്ന നടപടി US സൈന്യവും അവസാനിപ്പിക്കും. ഹോർമൂസിൽ ഇറാൻ വിധിച്ച മൈനുകൾ ഒഴിവാക്കിയ ശേഷമായിരിക്കും കപ്പലുകളുടെ യാത്ര. അതേസമയം സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ആദ്യ കപ്പലെന്ന നേട്ടം ദിശ എന്ന ഇന്ത്യൻ LNG ടാങ്കർ സ്വന്തമാക്കിയേക്കും. കഴിഞ്ഞ 3 മാസമായി ഹോർമൂസ് കടക്കാനാകാതെ പേർഷ്യൻ കടലിൽ കുടുങ്ങിയ കപ്പലാണ് ദിശ. മാർച്ച് 1-ന് ഖത്തറിലെ റാസ്ലാഫിനിൽ നിന്ന് കയറിയ LNG-യാണ് കപ്പലിലുള്ളത്. ഇതിനിടെ ഇറാൻ ആണവായുധമുണ്ടാക്കില്ലെന്ന് ഉറപ്പായെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ നയതന്ത്രത്തിൽ ഏർപ്പെട്ടെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനിൽ ഒളിപ്പിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പുറത്തെടുത്ത് നശിപ്പിക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു. അമേരിക്ക ഇറാൻ കരാറിന്റെ ഒപ്പുവെക്കൽ ചടങ്ങിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. കരാറിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയും ഐക്യരാഷ്ട്രസഭയും സ്വാഗതം ചെയ്തു. അതിനിടെ കരാറിനെ തള്ളിക്കൊണ്ട് ഇസ്രയേൽ മന്ത്രിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. ലബനനിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇസ്രയേൽ നിലപാട്. ഇറാൻ US കരാറിൽ ലബനനിലെ വെടിനിർത്തലടക്കം ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. US-ഉം ഇറാനും തമ്മിൽ ഒപ്പിടുന്ന സമാധാന ഡീൽ ഇസ്രയേലിനും ബാധകമാണ്. ഇസ്രയേൽ ഇറാനിലും ലബനനിലും നടത്തുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണം. ഇതിനിടെ കരാർ യാഥാർത്ഥ്യമാകുന്നുവെന്ന് ഉറപ്പായതോടെ ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടക്കം ലോക നേതാക്കൾ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മോദിയും ട്രംപും ഉച്ചകോടിക്കിടെ ഹസ്തദാനം നൽകി. ട്രംപുമായി മോദി നാളെ കൂടിക്കാഴ്ച നടത്തിയേക്കും. തീരുവായുദ്ധം ഒമാൻ തീരത്തെ കപ്പലിന് നേരെ US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന പരാതിയിൽ EP ജയരാജനെതിരെ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. EP ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക നടപടി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. താൻ ഈ കേസിൽ പ്രതിയും പരാതിക്കാരനുമായിരുന്നില്ല എന്നും എന്തുകൊണ്ടാണ് കോടതി തന്റെ പേര് പറഞ്ഞത് എന്ന് അറിയില്ല എന്നുമാണ് EP ജയരാജൻ പ്രതികരിച്ചത്. 2022 ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ചപ്പോൾ EP ജയരാജൻ മർദ്ദിച്ചുവെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. ഇത് അന്വേഷിച്ച പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ശുപാർശ ചെയ്തിരുന്നു.
എന്നാൽ പരാതി തള്ളിക്കളയാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ജയരാജനും അദ്ദേഹത്തിന്റെ ഗൺമാൻ അനിൽകുമാറിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടുകയായിരുന്നു. പുതിയ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതോടെ വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ വീണ്ടും അന്വേഷണം നേരിടേണ്ടി വരും. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആദ്യം മുതൽ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്ന കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കും. അതിനുശേഷം EP ജയരാജന്റെ അടക്കം മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. പ്രതിയും പരാതിക്കാരനുമെന്ന തന്റെ പേര് കോടതി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയില്ലെന്ന് EP. ഇപ്പോൾ ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു നിലപാട് എന്താണ് സ്വീകരിച്ചത്, എന്താണ് ഇപ്പോൾ സ്വീകരിച്ച നടപടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം. പക്ഷേ ഇത് ഒരു ഭീകരന്മാരുടെ സംഭവമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ് സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ അക്രമികളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെൻറ്റും പോലീസുമാണ്. അവർ ചിലപ്പോൾ അവരുടെ അത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിച്ചേക്കും. ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പല നിലപാടുകളും അങ്ങനെയാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസിന് സമാന്തരമായി EP ജയരാജനെതിരായിട്ടുള്ള അന്വേഷണവും നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S കർത്തയെയും മകൻ ശരൺ S കർത്തയെയും ED ചോദ്യം ചെയ്തു. CMRLും പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ ED ചോദ്യം ചെയ്തിരുന്നു. നാളെ ഹാജരാകാനാണ് വീണയ്ക്ക് ED നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശശിധരൻ കർത്തയുടെ മകളും നിപുണ ഇന്റർനാഷണൽ ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറുമായ ഷിബി കർത്തയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്യുന്നത്. CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ശരൺ S കർത്ത. CMRL, എംപവർ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടറാണ് ജയ S കർത്ത. PMLA ആക്ട് 50 പ്രകാരമാണ് ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. SFIO കണ്ടെത്തലുകളും ED ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. CMRLന് എക്സാലോജിക് നൽകിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചോദിച്ചറിയുക. പ്രതിപക്ഷ നേതാവിന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ T വീണയ്ക്ക് എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 2 തവണയായി 50 ലക്ഷം രൂപ വായ്പ നൽകിയിരുന്നു. T വീണയെ നാളെ ED വിളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് വീണ സാവകാശം തേടുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.